നമസ്കാരം. ഇന്ന് ഷെയർ ചെയ്യുന്നത് ക്രീം ചീസിൻ്റെ റെസിപ്പിയാണ്. കഴിഞ്ഞ ദിവസം ചെയ്തിരുന്ന മാംഗോ കേക്കിൻ്റെ ഫ്രോസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് വീട്ടിലുണ്ടാക്കിയ ക്രീം ചീസാണ് ഞാൻ യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ ആ ക്രീം ചീസ് എങ്ങനെയാണ് ഉണ്ടാക്കുകയെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ക്രീം ചീസ് ഉണ്ടാക്കാനായിട്ട് ആദ്യം വേണ്ടത് പാലാണ്. ഫുൾ ഫാറ്റ് മിൽക്ക് തന്നെ എടുക്കണം. നമുക്ക് കുറച്ചധികം പാൽ വേണം, എന്നാലേ ഉണ്ടാക്കി വരുമ്പോൾ കുറച്ചെങ്കിലും ഉണ്ടാവുള്ളൂ. നമ്മൾ സാധാരണ പനീറൊക്കെ ഉണ്ടാക്കുമ്പോൾ അങ്ങനെയല്ലേ, കുറേ പാലുണ്ടെങ്കിലും ഉണ്ടാക്കി വരുമ്പോൾ കുറച്ചേ ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെയാണ് പനീർ ഉണ്ടാക്കുന്ന സെയിം മെത്തേഡ് തന്നെയാണ് ക്രീം ചീസ് ഉണ്ടാക്കാനും. അപ്പോൾ ഈ പാല് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ഞാനിപ്പോൾ ഇത് 1.5 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്, ഫുൾ ഫാറ്റ് മിൽക്ക്. ഇത് പതുക്കെ ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പം ഞാൻ ഹൈ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ തിളയ്ക്കുന്നവരെ നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അടികട്ടിയുള്ള പാത്രത്തിൽ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. നന്നായിട്ടൊന്ന് തിളയ്ക്കാൻ തുടങ്ങട്ടെ. അപ്പോൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതിപ്പോൾ തിളവരാൻ തുടങ്ങാറായിട്ടുണ്ട്. ഇത് അടി പിടിക്കാതിരിക്കാൻ ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. പാലിപ്പോൾ നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടാണ്ടായിരുന്ന ഫ്ലെയിം ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നാരങ്ങ നീരാണ്. അപ്പോൾ നമ്മൾ സാധാരണ പനീർ ഉണ്ടാക്കുന്ന പോലെ തന്നെ നാരങ്ങ നീര് ചേർത്ത് ഇതൊന്ന് ഇങ്ങനെ പിരിച്ചെടുക്കണം. അപ്പോൾ ഓരോ ടേബിൾ സ്പൂൺ നാരങ്ങ നീരായിട്ട് കുറേശ്ശെ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കണം. ലോങ് ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ടേബിൾ സ്പൂൺ നാരങ്ങ നീര് വീതം ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ചേർത്ത് നന്നായിട്ട് ഇളക്കുക. കുറേശ്ശെ ഒന്ന് കണ്ടില്ലേ പിരിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അടുത്ത ടേബിൾ സ്പൂൺ നാരങ്ങ നീര് ചേർക്കാം. 2 ടേബിൾ സ്പൂണായി ഇപ്പോൾ ചേർക്കുന്നു. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഏകദേശം എല്ലാം ഇതുപോലെ പിരിഞ്ഞു വന്നിട്ടുണ്ട്. ഞാനൊരു ടേബിൾ സ്പൂണും കൂടി ചേർത്തിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാൻ പോവാണ്. 3 ടേബിൾ സ്പൂൺ നാരങ്ങ നീര് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് പിരിഞ്ഞു വന്നിട്ടുണ്ട്. 3 ടേബിൾ സ്പൂൺ നാരങ്ങ നീര് ഞാൻ ചേർത്ത് കൊടുത്തു. നിങ്ങൾ ചേർത്ത് കൊടുത്ത് നോക്കുക. നന്നായിട്ട് ഇതുപോലെ പിരിഞ്ഞു വരണം. വേണമെങ്കിൽ 1 ടേബിൾ സ്പൂണും കൂടി ചേർക്കുക ആവശ്യമുണ്ടെങ്കിൽ. ഇനി ഇത് നമുക്കൊന്ന് ഊറ്റിയെടുക്കണം. ചൂടോടെ തന്നെ നമ്മൾ ഊറ്റി വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം. ആദ്യം ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ ഒരു അരിപ്പ ഒഴിച്ച് കൊടുക്കണം. ഇനി ഒരു കോട്ടൺ തുണിയിലേക്ക് വേണം നമ്മളത് ഒഴിച്ചു കൊടുക്കാനായിട്ട്. തുണി വെച്ചതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ചൂടോട് കൂടിയിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കണം. പതുക്കെ ഒഴിച്ചു കൊടുക്കാം. ഇനി വെള്ളം നമ്മൾ കളയണ്ട. അതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. അപ്പോൾ അത് വെറുതെ കുടിക്കാനോ അല്ലെങ്കിൽ നമുക്ക് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ കറികളിൽ ചേർക്കുകയൊക്കെ ചെയ്യാം. ഞാൻ മുമ്പ് ഇതുപോലെ ഒരു റെസിപ്പി ചെയ്തിരുന്നു പനീറിൻ്റെ. അപ്പോൾ അതിൽ പറഞ്ഞിരുന്നു ഈ വെള്ളത്തിൻ്റെ ഗുണങ്ങളെ കുറിച്ചിട്ട്. നമ്മൾ നാരങ്ങ നീര് ചേർത്ത് കൊടുത്തുകൊണ്ട് അതിൻ്റെ ഒരു ടേസ്റ്റ് നിൽക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്നും പോകാൻ വേണ്ടിയിട്ട് ചെറുതായിട്ട് കോൾഡ് വാട്ടർ, സാധാരണ ടെമ്പറേച്ചറിലുള്ള വെള്ളം മതി, കുറച്ചൊന്ന് ഇതുപോലെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നാരങ്ങയുടെ ഇതുണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. ഇതൊന്ന് പിഴിഞ്ഞെടുക്കാം. അപ്പോൾ ചൂടുണ്ടാവും. പതുക്കെ ഒരു കയ്യിൽ വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം, അതിലത്തെ വെള്ളം ഫുള്ള് പോകാൻ വേണ്ടിയിട്ട്. ഇനി ഇത് ഒരു 15 മിനിറ്റ് ഇതുപോലെ ഒന്ന് വെക്കണം. അതിന് ശേഷം വേണം നമുക്ക് ഇനി ബാക്കി കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അപ്പോഴേക്കും ഇതിൻ്റെ വെള്ളം അത്യാവശ്യം പോയിട്ടുണ്ടാവും. ഇതുപോലെ ചൂടും നന്നായിട്ട് ആറി വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ അടച്ച് ഒരു 15 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. 15 മിനിറ്റ് ആയിട്ടുണ്ട് നമ്മൾ ഈ തുണിയിൽ കെട്ടി വെച്ചിട്ട്. ഇതിൻ്റെ വെള്ളമൊക്കെ നന്നായി കളഞ്ഞെടുത്തതിന് ശേഷം നമുക്കിത് തുറക്കാം. ഇനി ഇത് നമ്മുടെ ഈ മിക്സിയുടെ ചെറിയ ബൗളിലേക്ക് ഇട്ടിട്ട് അടിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്.
കൈ കൊണ്ട് ഇതുപോലെ ഒന്ന് പൊട്ടിച്ച് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ മിക്സിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ നമ്മൾ ഉപ്പ് തീരെ ചേർത്തിരുന്നില്ല, അപ്പോൾ ഉപ്പ് ഉണ്ടാവില്ല. നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക. വേണമെങ്കിൽ നന്നായിട്ട് അടിച്ചെടുക്കണം. ഇപ്പോൾ 2-3 പ്രാവശ്യമായിട്ട് അടിക്കാം. ഒരു പ്രാവശ്യം അടിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് നന്നായി ഇളക്കിയതിന് ശേഷം വേണം വീണ്ടും അടിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇത് ഒരു പ്രാവശ്യം ഒന്ന് അടിച്ചെടുക്കട്ടെ. ഇതിപ്പോൾ ഞാൻ ഫസ്റ്റ് പ്രാവശ്യം അടിച്ചെടുത്തിട്ടുണ്ട്. ആദ്യം നമ്മുടെ പൾസ് ബട്ടൺ ഒന്ന് കുറച്ച് നേരം അമർത്തിയതിന് ശേഷം സ്പീഡിലിട്ട് അടിച്ചെടുക്കുക. ചെറുതായിട്ട് ക്രീമായിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട്, കംപ്ലീറ്റ് ആയിട്ടില്ല. നമ്മളതൊന്ന് ഇളക്കി കൊടുക്കണം. ഫുഡ് പ്രോസസ്സർ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. അതിലിട്ട് ഇതുപോലെ അടിച്ചെടുത്താൽ മതി. നമ്മുടെ ചെറിയ മിക്സിയിലാവുമ്പോൾ ഇതുപോലെ ആകുമ്പോൾ 2-3 പ്രാവശ്യം അടിച്ചെടുക്കേണ്ടി വരും, നല്ല ക്രീമായിട്ട് കിട്ടാനായിട്ട്. പിന്നെ ഇത് വീണ്ടും നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ 4 പ്രാവശ്യം അടിച്ചെടുത്തു. ഇപ്പോൾ ഇതുപോലെ ക്രീം പോലെ ആയിട്ടുണ്ട്. പക്ഷെ ഇത് ഇത്തിരി തിക്കാണ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പാലായതുകൊണ്ട് കണ്ടു ഇത്തിരി ഡ്രൈ ആയിട്ടാണ് ഇരിക്കുക. നമ്മളിപ്പോൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന പാലാണെങ്കിൽ അതിൽ അത്യാവശ്യം നെയ്യും എണ്ണയൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അത് അടിച്ചു വരുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് വരും. ഇതിപ്പോൾ കടയിൽ നിന്ന് വാങ്ങുന്നതായതുകൊണ്ട് അതിലത്ര ഇതുണ്ടാവില്ല, നെയ്യിൻ്റെയും വെണ്ണയുടെ ഒക്കെ അംശം. അപ്പോൾ അതുകൊണ്ട് ഇത്രയും ഹാർഡായിട്ടാണ് വരിക. ഇത് സോഫ്റ്റ് ആക്കാനായിട്ട് ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബട്ടറും കൂടി ചേർത്ത് ഇനി ഇത് നന്നായിട്ട് ഒരു പ്രാവശ്യം കൂടി ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ബട്ടറും കൂടി അടിച്ച് എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മുടെ ക്രീമിൻ്റെ പോലെ അത്രയ്ക്ക് സോഫ്റ്റ് ആയിട്ടല്ല ഇരിക്കുക, കുറച്ച് ചീസല്ലേ, അപ്പോൾ കുറച്ചും കൂടി കട്ടിയിൽ തന്നെയാണ് ഇരിക്കുക. ഇത് നമുക്ക് സ്പ്രെഡ് ചെയ്ത് എടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ചപ്പാത്തിയിലൊക്കെ സ്പ്രെഡ് ചെയ്തിട്ട് കുട്ടികൾക്ക് കൊടുക്കാം. ഇനി വല്ല ഫ്ലേവറും വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് അടിച്ചെടുക്കാം. ഈ സമയത്ത് പുതിനയിലോ മല്ലിയിലയോ അല്ലെങ്കിൽ വെളുത്തുള്ളിയോ ഒക്കെ ചേർത്ത് അടിച്ചെടുക്കാം. ഇത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കുകയാണെങ്കിൽ കുറച്ച് ദിവസം കേടാവാതെ ഇരുന്നോളും. യൂസ് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് നേരം മുമ്പ് എടുത്ത് ഫ്രിഡ്ജിൽ നിന്ന് പുറത്ത് വെച്ചാൽ മതി. ഇനി ഇത് നമുക്ക് കേക്കിന് ഫ്രോസ്റ്റിംഗ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഈ ക്രീം ചീസ് എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കും. ഇനി ഇതുപോലെയുള്ള റെസിപ്പീസായിട്ട് ഞാൻ വരാം. അതുവരേക്കും നന്ദി, നമസ്കാരം.